എല്ലാവർക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മളിന്ന് ഇതുപോലത്തെ സോപ്പിൻ്റെ ബോക്സില്ലേ, അപ്പോൾ 3-4 സോപ്പൊക്കെ ഒന്നിച്ച് വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന ഈ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ഇതുപോലുള്ള സോപ്പിൻ്റെ ആ ഒരു ബോക്സാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ. ഇനി ഞാനതിൻ്റെ മുൻഭാഗത്ത് നടുഭാഗത്തായിട്ട് കുറച്ചിങ്ങനെ ലൈൻസ് ഒരേ അകലത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴേന്ന് മുകളിൽ നിന്നും കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ വരച്ചു കൊടുക്കാൻ കേട്ടോ. ഇത് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫുള്ള് ലെങ്ത്തിൽ വരച്ച് കഴിഞ്ഞാൽ ഫുള്ള് കട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇതാകെ വിട്ടു പോവില്ലേ. അപ്പോൾ നടുവിൽ മാത്രമാണ് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണേ. അപ്പോൾ അത് മറക്കണ്ട കേട്ടോ. സൈഡിലും വേണമെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ, അതേപോലെ തന്നെ. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ വരച്ചു കൊടുത്തില്ലേ, ആ ലൈനൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ തെർമോക്കോൾ കട്ടറോ അല്ലെങ്കിൽ ബ്ലേഡോ എന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ബ്ലേഡാണ് എടുത്തിട്ടുള്ളത്. ബ്ലേഡ് ആകുമ്പോൾ മുറിയാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് കൈയൊക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. തെർമോക്കോൾ കട്ടറാകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അതേ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ വെച്ചിട്ട് ഇതിനെ പെയിൻറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു എഴുതിയതൊക്കെ പോട്ടെ. പെയിൻ്റ് ഇല്ലാത്തവർ ഇതിന് മുകളിലായിട്ട് കളർ പേപ്പർ ആദ്യം ഒട്ടിച്ചിട്ട് പിന്നെ കട്ട് ചെയ്താലും മതി. അപ്പോൾ പിന്നെ പെയിൻറ്റ് വേണ്ടല്ലോ. അപ്പോൾ ഞാനിതേ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ചെറിയ ഡെക്കറേഷൻസൊക്കെ ചെയ്യാനായിട്ട് ഒരു ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ചാക്കുനൂലിൻ്റെ കളർ ചെയ്തിട്ടുള്ള മോഡലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വുളൻ ത്രെഡ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഞാനത് കോർത്തെടുക്കുക എളുപ്പത്തിന് ഇങ്ങനെ ആ ഒരു സേഫ്റ്റി പിന്നിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കടത്തിയെടുത്തിട്ട് അതിങ്ങനെ പോവാണ്ടിരിക്കാൻ കുറച്ച് ഗമ്മും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ആ സേഫ്റ്റി പിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രിപ്പുകളില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്താൻ പോവാണ്. ആദ്യം അതിൽ ഗ്യാപ്പ് ശരിക്കില്ലെങ്കിൽ ഒന്ന് ഗ്യാപ്പ് കറക്റ്റാക്കി കൊടുക്കണം കേട്ടോ. പെയിൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ആ സേഫ്റ്റി പിന്ന് അതിൽ ത്രെഡും ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ടിങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി അത് അതിൻ്റെ തൊട്ടടുത്ത സ്ട്രിപ്പിൽ കൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതേ ഒരു രീതിയിൽ വലിച്ചിട്ട് കറക്റ്റാക്കി എടുക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഗ്യാപ്പിൽ കൂടെ ഉള്ളിലേക്ക് കടത്താം, പിന്നീടുള്ള ഗ്യാപ്പിൽ കൂടെ പുറത്തേക്ക് എടുക്കാം. ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. ഇനി വീണ്ടും അടുത്ത ഗ്യാപ്പിൽ കൂടെ ഉള്ളിലേക്ക് കടത്തിയെടുക്കുക. എന്നിട്ട് വലിച്ചൊക്കെ കറക്റ്റാക്കിയിട്ട് പിന്നത്തെ ഗ്യാപ്പിൽ കൂടെ പുറത്തേക്ക് എടുക്കുക, ആ രീതിയിൽ. അപ്പോൾ ഞാനിത് ഫുള്ള് റൗണ്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ആ കാണുന്ന ഭാഗത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ ചെയ്യാണ്. അങ്ങനെ ആ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമേ ഈ രീതിയിൽ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു പിങ്ക് കളർ വെച്ചിട്ട് 2 ലൈനാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഗമ്മാക്കിയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫുള്ളും ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, കാണുന്ന ഭാഗം മാത്രം മതി. അങ്ങനെ നമ്മൾ ആ ഒരു അറ്റത്ത് എത്തുമ്പോൾ വീണ്ടും തിരിച്ച് വരാം. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇനി വേറെ കളറിലുള്ള നൂല് വെച്ചും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. 2 ലൈന് ബ്ലൂ ചെയ്തു, പിന്നെ 2 ലൈന് ഓറഞ്ചാണ് ഞാൻ ചെയ്തത്. ഇനി കുറച്ച് ഗം ഇങ്ങനെ മുകളിലാക്കിയിട്ട് അവിടെ വെറുതെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ആ ഒരു ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 2 ലൈനായിട്ടാണ് ഞാൻ മുകളിൽ കൊടുത്തത്. പിന്നെ താഴെ ഇതുപോലത്തെ ഒരു ക്രീം കളറും കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതുപോലെ സെമി ബീഡ്സ് ഇങ്ങനെ കുറച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊരു വള്ളി പോലെ കൊടുക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ടിവിയും ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ കാർഡ്ബോർഡ് വെട്ടി കെട്ടാനായിട്ട് അവർ എടുക്കുന്നതാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള പേപ്പർ ഒരു സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് എന്തെങ്കിലും ത്രെഡ് ചുറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കളർ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാണാൻ. അതിന് മുകളിൽ നമുക്ക് സെമി ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ വെറുതെ കുറച്ച് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. വേണമെങ്കിൽ ഇത് നമുക്ക് കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ എടുക്കാം കേട്ടോ. നെയിൽ പോളിഷ്, അതുപോലെ നമ്മുടെ പെന്നൊക്കെ ഇട്ട് വയ്ക്കണമെങ്കിൽ അതൊക്കെ ഇട്ട് വയ്ക്കാം.
അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യാനും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സോപ്പ് ബോക്സ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഒരുപാട് പേര് ചോദിച്ചാണ്. അപ്പോൾ ഞാൻ സിമ്പിളായ രീതിയിലൊരു ഐഡിയ ഷെയർ ചെയ്തതേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലെ ഐഡിയാസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കല്ലേ. എന്നാലല്ലേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ചിലരൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കിയതൊക്കെ കറക്റ്റ് അല്ലേ എന്നൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി എല്ലാ ദിവസവും ഞാൻ ഏകദേശം ഇപ്പോൾ 5:30 തന്നെയാണ്, ഉച്ചതിരിഞ്ഞ് 5:30 തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. ചെറിയൊരു ചേഞ്ചൊക്കെ ചിലപ്പോൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ആ ഒരു ടൈമിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇനി മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നാളെ വരാം കേട്ടോ. എല്ലാവർക്കും നന്ദി. താങ്ക്